കുറച്ച് സമാനം മേടിക്കുന്നേ. ഹായ് ഓസ്റ്റിനെ. സ്വാഭാവികം. നമ്മൾ ഇത്ര രാവിലെ തന്നെ എങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ അരൂരുള്ള ചീനവല ഹോം സ്റ്റേയിലേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ ഒത്തിരി നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളുണ്ട് കേട്ടോ. ഇന്ന് ആ ആളെ കാണാനുള്ള പോക്കാണ്. ആ ആളെ കാണാനുള്ള 3rd അറ്റംപ്റ്റ് ആണ് ഇന്നത്തെ പോക്ക്. ഇത് സക്സസ്ഫുൾ ആവുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കാർത്തിക് സൂര്യയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒത്തിരി നാളുകളായിട്ട് കാർത്തിക് സൂര്യയെ കാണാൻ ആഗ്രഹിച്ച് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കാർത്തികിന്റെ വ്ളോഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ 3 അറ്റംപ്റ്റ് നടത്തിയത്. കാർത്തിയുടെ ഡെയിലി വ്ളോഗില് ജൂലൈ 5 വരെ കാർത്തി ചീനവലയിൽ ഉണ്ടാവുമെന്ന ഉറപ്പുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിയത്. പക്ഷെ ആളവിടെ ഉണ്ടാവുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായില്ല. രണ്ടും കൽപ്പിച്ച് നമ്മൾ നേരെ ചീനവലയിലേക്ക് പോവാണ് കേട്ടോ. ചീനവലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിരുന്നു, പക്ഷെ അന്ന് ഷൂട്ടില്ലാത്ത ദിവസമായിരുന്നു. അന്ന് ആളവിടെ ഉണ്ടായില്ല. പാലത്തിന്റെ മുകളിലൂടെ നോക്കുമ്പോൾ നമുക്കിതാ ചീനവല ഹോം സ്റ്റേ കാണാം. ഇനി അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കാറ് കാർത്തിക് സൂര്യയുടെ തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അതനുസരിച്ച് നമ്മൾ പോവാണ് കേട്ടോ. ഇന്നലെ രാത്രിയാണ് കേട്ടോ ഞാൻ ഈ ചേനോട് പറയുന്നത് എനിക്ക് കാർത്തികിനെ കാണാൻ പോണം, ഈ ചേനെ കൊണ്ടുപോകുന്നു. ആളപ്പം തന്നെ സമ്മതം പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ചീനവലയിൽ പോയപ്പോ അവിടുത്തെ ഓണറിന്റെ വൈഫ് ചേച്ചിയെ കണ്ടു സംസാരിച്ചിരുന്നു. മുനമ്പത്തുനിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കാർത്തി അവിടെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. ആ പോകുന്നതാണെന്ന് തോന്നുന്നു ബെന്നിച്ചേട്ടനും വൈഫ്. അത് തന്നെ ബെന്നിച്ചേട്ടനും വൈഫാണത്. അതാ സുഹൃത്തുക്കളെ നോക്കൂ, നമ്മുടെ ഇഞ്ചില് കിടക്കുന്നു. എന്താ പറയണ്ടേന്നില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. ദേ കാർത്തികരിക്കുന്ന അതേ സ്ഥലം. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. നമ്മളതിലേ വന്നില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കാർത്തികിന് കാർ ഇവിടെ കിടപ്പുണ്ടെന്ന്. നമ്മള് ചീനവലയിൽ വന്ന ഉടനെ തന്നെ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ബെന്നിച്ചേട്ടനെ കണ്ട് സംസാരിച്ചപ്പോൾ ആളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആൾ ഉറക്കത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട, ആൾ എണീക്കുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. കാർത്തിയുടെ വ്ളോഗ് കണ്ടിട്ട് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആയെന്ന് എന്നോട് ചോദിച്ചാൽ കാർത്തിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെയാണ്. അത് ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആ ഒരു ഇൻഫ്ലുവൻസ് ഞങ്ങളുടെ ചാനലിൽ വ്ളോഗ് ചെയ്യാനും എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ ഒരു ചീനവല കാർത്തിയുടെ വ്ളോഗിൽ കൂടെ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതിപ്പോൾ നേരിട്ട് കാണുന്നു. കാർത്തിക് സൂര്യ എന്ന വ്യക്തിയെ നേരിട്ട് കാണാൻ പോകുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ. ഇവിടെയാണെന്ന് തോന്നുന്നു കാർത്തിക് കിടക്കുന്നത്. നമ്മുടെ ഈ ചീനവല എന്ന് പറഞ്ഞ ഹോം സ്റ്റേ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇരിക്കാനും നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ രാത്രിയിലെ ഒരു വ്യൂ എന്ന് പറയുന്നത് കിടിലൻ വ്യൂ ആണ്. അത് നമ്മുടെ കാർത്തിക്കിൻ്റെ വീഡിയോയിൽ ഞാനിത് കണ്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ചുറ്റിയൊക്കെ കാണുമെന്ന് പറഞ്ഞു. നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. എന്നാലും ചുറ്റി കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. പുഴയിലാണെങ്കിൽ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ബെന്നിച്ചേട്ടൻ നമ്മളോട് വന്ന് കുറേ നേരം നമ്മളോട് സംസാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ചായയൊക്കെ കൊണ്ടു തന്നു കേട്ടോ. ബെന്നിച്ചേട്ടൻ നമുക്ക് ചായയൊക്കെ കൊണ്ടു തന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബെന്നിച്ചേട്ടൻ നമ്മളോട് വന്നപ്പോൾ പറഞ്ഞു 8 മണിയാകുമ്പോഴേക്കും കാർത്തിക് ഷൂട്ടുണ്ട്, അപ്പോഴേക്കും എണീക്കുമെന്ന്. ചായ കുടിച്ച് തീർന്നില്ല, കാർത്തിക് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എൻ്റെ മുഖത്ത് കാണുന്നത്. നെഞ്ചൊക്കെ പടപടാടിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3ാമത്തെ അറ്റംപ്റ്റ് ആണ് കാണാന്. പ്രാവശ്യം ട്രിവാൻഡ്രത്ത് തോന്നുന്നുണ്ട്. ആണോ? അതെ,
അന്ന് എന്തിനാ പറത്ത് കൂട്ടുകാരുടെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. ഞങ്ങൾ മുഴുവൻ അന്വേഷിച്ചിരുന്നു. ടൂ വീലറിന് വന്നേ. വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആഹാ. ലാസ്റ്റ് സുരാജേന്റെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകും. മറ്റേ ജംഗ്ഷനിൽ ഇരിക്കുന്ന വീടാണോ? റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു വലിയ വീട്? അല്ലല്ല, ഒറിജിനലി തന്നെ. ഹലോ, എന്താ പേര്? നിൽച്ച. നിരുജ. എന്റെ ഗോഡ്ബി ഗോഡ്ബി. രണ്ടുപേരും എറണാകുളം സ്വദേശികളാണോ? മുൻപം മുനമ്പം. അതെവിടാ? ചെറായി മുൻപ് ഹാർബർ എന്നൊക്കെ കേട്ടോ. വീഡിയോ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ഒരു 7 മണിയായപ്പോ എത്തി. അപ്പൊ ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോ വെയിറ്റ് ചെയ്തിരിക്കാന്ന്. ആണോ? രാവിലെ എത്തിയല്ലേ? ഞങ്ങൾ 5 മണി ഇന്നലെ രാത്രി എന്നോട് ആഗ്രഹം പറഞ്ഞു. എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ എന്താണ് വല്ലതും ഇല്ല കാർത്തിക് സൂര്യ നാളെ രാത്രി ഉള്ളു, പിന്നെ കല്യാണത്തിന് പോവും ഉണ്ടാവൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലത്തെ വ്ലോഗ് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞേ 5-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് പോയാലോ, എന്നെ കൊണ്ടുപോവാന്ന്. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ വീഡിയോ ഫുൾ ടൈം കാണില്ല. ഞാനപ്പോ സൈഡിൽ ഒന്ന് ഓഫ് ആക്കി കുറച്ചേരം കുറച്ച് സമാന ഇങ്ങനെ വീഡിയോ ഉണ്ട്. പുത്രനും എന്റെ മോനെ 9 വയസ്സുണ്ട്. അവനും കൂടി ഒന്ന് ഹൈ പറഞ്ഞേക്കോ. അവൻ പറയും അമ്മക്ക് കാർത്തിക് സൂര്യയുടെ വീഡിയോ ആണ് നേരം ഉണ്ടല്ലേ. അയ്യോ, ഞാനേ ക്വാറന്റൈൻ സമയത്താണ്, ക്വാറന്റൈനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ കാണുന്നത്. അപ്പൊ മഞ്ജു ടീച്ചറുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നത്. അത് ഉണ്ണിയുടെ കൂടെ, ഉണ്ണിമായുടെ കൂടെ. ഈ ഇൻട്രോ കണ്ട സ്വാഭാവികം. അങ്ങനെ ഞാൻ കാണുന്നേ. അപ്പൊ എനിക്ക് കണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ നേരെ യൂട്യൂബിൽ പോയി ആ ഒരു ദിവസം ഇരുന്ന് ഫുൾ വീഡിയോ, ഞാൻ കുറെ വീഡിയോ കണ്ട് എനിക്ക് തലവേദനയായി പോയി. അന്ന് തുടങ്ങി ഞാൻ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയി. പിന്നെ ഞങ്ങള് ആ കാവടിയുടെ സമയത്ത് തിരുവനന്തപുരത്ത് വന്നു. അതല്ല രസം. തിരുവനന്തപുരത്ത് എന്നിട്ട് സ്ഥലം എനിക്ക് ചെല്ലമംഗലമാണ്. പക്ഷെ ആ സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് സ്ഥലം ഓർമ്മയില്ല. അയ്യോ, മറന്നുപോയി. സകല പിള്ളേർ മോനെ കാർത്തിക് സൂര്യയുടെ വീട് കാർത്തിക് സൂര്യ നീ ആള് കൊള്ളാല, ഇവിടെ ഒരാൾക്ക് മനുഷ്യനെ അറിഞ്ഞൂടാ. ലാസ്റ്റ് സുരാജേന്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയ്ക്ക് പോയപ്പോ ഇവിടെ വന്നത്. അപ്പൊ ബെന്നിച്ചേട്ടൻ്റെ വൈഫ് ഉണ്ടായേ. അപ്പൊ വൈഫിനോട് ചോദിച്ചു കാർത്തികിന്റെ വീടൊക്കെ വീഡിയോ കാണാറുണ്ട്, കാണാൻ വന്നു. അപ്പൊ ചേച്ചി അത് ഇങ്ങോട്ട് ഒറ്റക്കാണുള്ളൂ പറഞ്ഞത്. ഞാൻ അവിടെ ഒരു റെയിൻകോട്ട് ഇട്ട് ഇവിടേക്ക് ഫുൾ ആൾക്കാരൊക്കെ. ഞാൻ ഇവിടെ ആദ്യം നോക്കിയപ്പോ ഏഞ്ചലിനെ കാണാല്ലോ, പിന്നെ തോന്നിച്ചായിരുന്നു. ഇവിടം വരെ വന്നു. തിരിച്ച് അവിടെ ചേച്ചി എത്തിയോ ഇങ്ങനെ കാണാൻ പിന്നെ ഞാൻ കാണാൻ വന്നാന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഫുള്ള് വ്ളോഗിൽ അപ്ഡേറ്റഡ് ആണ്. എന്നാലും എന്നൊക്കെ ഇവിടെ ഉള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇന്നലത്തെ വ്ളോഗിലും മിന്നാലത്തെ വ്ളോഗിലും സന്ദീപ് പറയുന്നുണ്ട് 5-ാം തീയതി വരെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് ചേരാം. അതാണ് പെട്ടെന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ, ഒരുപാട് സന്തോഷം. എന്തൊക്കെയോ പറയണോ. ഷൂട്ട് തുടങ്ങാൻ നേരം 8:30 ഫ്ലോറിൽ കയറണം. സെൽഫി എടുക്കാം. എടുക്കാമല്ലോ. വീഡിയോ ചേർന്നൊരു വീഡിയോ എടുത്താൽ ഞാനത് തന്നെ മറന്നു പോകാണ്ടിരിക്കാനേ ഇതൊക്കെ എഴുതിക്കൊണ്ട് വന്നേക്കല്ല, ടൈപ്പ് ചെയ്തുകൊണ്ട് വന്നേക്കാണ്. അങ്ങനെ കാർത്തികിനെ കണ്ടു, സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. കാർത്തികിന് ഷൂട്ടുള്ളതുകൊണ്ട് വേഗം പോവാണ് കേട്ടോ. കാർത്തികിന്റെ കൂടെ നാരായണൻകുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നാരായണൻകുട്ടി തിരക്കിലായിരുന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ആള് മഴവിലേക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാർത്തികിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാർത്തികിനെ കാണുന്ന എക്സൈറ്റ്മെന്റിൽ പറയാനുള്ള കാര്യങ്ങൾ ഇനി മറന്നു പോകണ്ടെന്ന് കരുതിയിട്ട് മെസ്സേജ് പോലെ ഞാൻ ടൈപ്പ് ചെയ്ത് ഫോണിൽ വെച്ചിരുന്നു കേട്ടോ. ആ കാര്യങ്ങളെല്ലാം തന്നെ കാർത്തികിനോട് പറഞ്ഞതിന്റെ എല്ലാ സന്തോഷവും എനിക്കുണ്ട് കേട്ടോ. കാണാൻ പറ്റി. അതെ, ഇന്നത്തെ ഡേറ്റ് ആപ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെയും കുറച്ചു നേരം കൂടി ബെന്നിച്ചേട്ടനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടോ. നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ ബെന്നിച്ചേട്ടനും വൈഫും. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് കാർത്തികിനെ കണ്ട സന്തോഷത്തില് ചീനവല ഹോം സ്റ്റേയോട് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.